എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നമ്മളിന്ന് മൊത്തം 7 പേരായിട്ട് സിംഗപ്പൂരിലുള്ളൊരു സ്ഥലത്തോട്ട് ഫീൽഡ് ട്രിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് സിംഗപ്പൂരിലുള്ള അപ്പർ പേഴ്സ് റിസർവർ പാർക്കിലോട്ടാണ്. ഈ സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഓൾറെഡി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടേക്ക് കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ ബൈക്കിലാണ് മെയിൻ റോട്ടിൽ നിന്ന് അപ്പർ പേഴ്സ് റിസർവറിൻ്റെ ഉള്ളിലെ റിസർവറിലോട്ട് നമ്മൾ പോയത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം 6 കിലോമീറ്റർ ദൂരം നടന്നിട്ടാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ മുകളിലാണെന്ന കമ്പി ഉണ്ടല്ലോ, അത് ഈ കുരങ്ങന്മാർക്ക് മുകളിലൂടെ തന്നെ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാട്ടോ. നമ്മൾ പോയാന്ന് തന്നെ നടന്നു പോകുന്ന വഴിയിലോട്ട് ഒരു മരമൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സുഖമായിട്ട് അപ്പുറത്തെ റോഡ് കൂടെ നടന്നു പോകാവുന്ന കാര്യമുള്ളൂ. എന്നാലും കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും മരത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങ് ക്രോസ് ചെയ്ത് വന്നേക്കുന്നത്. ശരിക്കും ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഈ വഴിയിലൂടെ അങ്ങോട്ട് നടന്നു പോകാന്ന് പറയണത് വളരെ രസമുള്ളൊരു കാര്യമാണ്. എന്നാൽ പലരുടെയും മുഖത്ത് അവശതയുടെ പല ഭാവങ്ങളും പോകുന്ന വഴിക്ക് മിന്നി മറയുന്നതൊക്കെയായിട്ട് കണ്ടു. പോകുന്ന വഴിക്ക് റോഡ് സൈഡിലുള്ള മരങ്ങളെ പറ്റിയുള്ള ക്ലാസ്സൊക്കെ ക്രിസ് എടുത്തായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഈ ഒരു പാലത്തിൻ്റെ അടി കൂടെ ഈ ഒരു ചെറിയ കനാലിൽ കൂടെ വെള്ളം ഒലിച്ചു പോകണം കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിൽ വെള്ളം തിരിക്കില്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാം. അതെന്ത് തന്നെയായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. അതായത് ഈ തെങ്ങിൻ്റെ തടത്തിലും അല്ലെങ്കിൽ ഈ കവുങ്ങിൻ്റെ തടത്തിലൊക്കെ മണ്ണ് വെട്ടി വെള്ളം കയറ്റി വിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് നല്ല രീതിക്ക് അങ്ങ് ഓർമ്മ വന്നുപോയി. അങ്ങനെ നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ട് അപ്പർ പേഴ്സ് റിസർവർ ഡാമിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ലോവർ പേഴ്സ് റിസർവർ. അങ്ങനെ ഇത്ര ദൂരം നടന്നു വന്നതിൻ്റെയും ഇത് കഴിഞ്ഞ് എവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണതിൻ്റെയും ചർച്ചയായിട്ട് ഡാമിൻ്റെ ഒരു തണലുള്ള പ്രദേശത്ത് എല്ലാവരും അങ്ങ് കൂടി. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ചക്കക്കൂട്ടം കണ്ട പിള്ളേരുടെ പോലെ മഞ്ചാടുകുരി പെറുക്കാനായിട്ട് ആൻസി ചേച്ചിയും ക്രിസും മിക്കിയും അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് നമ്മുടെ ഈ മുന്നിലുള്ള ഈ ഒരു റിസർവറിൻ്റെ തണലുള്ളൊരു സ്ഥലത്ത് പോയിട്ടിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വിശ്രമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അധികം നേരം അവിടെ ചിലവഴിക്കാൻ നിന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ആ റോട്ടിൽ വീണിടുന്ന മരമൊക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റേതായ ആൾക്കാരൊക്കെ വന്ന് മുറിച്ച് നമുക്ക് പോകാൻ പാകത്തിന് വഴിയെല്ലാം ക്ലിയർ ആക്കി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയതും അവിടെ തന്നെയുള്ള കസ്രീനോ കറി ഹൗസിലോട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ജാഫ്രി ചേട്ടൻ്റെ വീട്ടിലോട്ടാട്ടോ. ഇപ്രാവശ്യം ക്രിസ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് കഴിച്ച് കുറച്ച് നേരം ചീട്ടൊക്കെ കളിച്ചിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോയി. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.